ഇങ്ങനത്തെ സ്ട്രോബെറി ലൈം മൊയ്റ്റോ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വായോ, ഞാൻ പറഞ്ഞുതരാം. ഈസി റെസിപ്പി, അത്ര വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ ഒരു ഈവനിങ് നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പം ബിരിയാണി കഴിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് പെട്ടെന്ന് തന്നെ കുക്കറിൽ ഞാൻ മസാലകളൊക്കെ ചേർത്തിട്ട് ബിരിയാണിയുടെ ചിക്കൻ സെറ്റ് ചെയ്തു. ഒരു പാത്രത്തിൽ ഈ പറഞ്ഞ പോലെ ക്യാഷ്, ഇപ്പോൾ ബിരിയാണിയുടെ റെസിപ്പിയൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ബിരിയാണി ഒരു സൈഡിലാക്കി. പിന്നെ ഏറ്റവും പാടുപെട്ട കാര്യമാണ് പായസം ഉണ്ടാക്കൽ. പാല് ചൂടാക്കുന്നു, പായസ കവർ പൊട്ടിക്കുന്നു, ഇടുന്നു, ഇളക്കുന്നു. അതുകൊണ്ട് പായസം മിക്കവാറും ഉണ്ട്. കാരണം ഞാൻ പാക്കറ്റ് ഒരുപാട് നാട്ടിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മധുരം കഴിക്കുന്ന ഒരു ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പായസം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഭയങ്കര ഈസിയാണ്. കുറച്ച് നെയ്യും കാഷ്യും ഒക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് മധുരം സഹിതം എല്ലാം കണ്ടില്ലേ, ഇത് മുഴുവനും അവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം മടിച്ചുകൾക്കും പിന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഈസ്റ്റേണിൻ്റെ പായസം മിക്സ് ആട്ടോ. നല്ലതായിരുന്നു. സേമിയ പായസം ഉണ്ട്, അവർക്ക് പല ഗോതമ്പ് പായസമൊക്കെ ഞാൻ ഈ പ്രാവശ്യം കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം പായസം ഇവിടെ നല്ല ചിലവുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി ഒരു സൈഡിൽ റെഡിയായി, പായസം റെഡിയായി. ഇനിയും നമുക്ക് ഉണ്ടാക്കാനുള്ളതൊരു സലാഡ് ഉണ്ടാക്കും. പിന്നെ ഞാൻ എപ്പോഴും ഇവിടെ എനിക്ക് ഈ മധുരമുള്ള അച്ചാർ കഴിക്കാനാണ് ഇഷ്ടം ബിരിയാണിയുടെ കൂടെയൊക്കെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ എപ്പോഴും നാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴമില്ലേ, അത് ഞാനിങ്ങനെ ഈന്തപ്പഴം നമ്മൾ ആ സമയത്ത് വാങ്ങത്തുള്ളൂ. പക്ഷേ ഈ നാരങ്ങ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നാരങ്ങ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ആ നാരങ്ങ ഞാൻ വിനാഗിരി ഉപ്പുള്ള ടിന്നിന് ഒരു കുപ്പി, നമ്മുടെ പൊട്ടുന്ന കുപ്പിയില്ലേ, അതിനകത്ത് ഞാൻ ഈ നാരങ്ങ ഇട്ടിട്ട് വെക്കും, പിഴിഞ്ഞ നാരങ്ങ. എന്നിട്ടത് സമയമാകുമ്പം ഞാനൊരു 1 മന്തൊക്കെ കഴിയുമ്പോഴേ അത് ഞാൻ എടുത്തിട്ട് അച്ചാർ വയ്ക്കത്തുള്ളൂ. അപ്പം നല്ല ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ ഇരിക്കുകയും ചെയ്യും. മധുരവും ഡേറ്റ്സ് ഇടുന്നതിൻ്റെ ആ ഒരു ഇത് വരും. അപ്പം നല്ലൊരു, എനിക്കിഷ്ടം കേട്ടോ അങ്ങനത്തെ അച്ചാർ. റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ സ്ട്രോബെറി ലൈം മൊയ്റ്റോ. മൊയ്റ്റോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാനിതിൽ നമ്മുടെ സ്ട്രോബെറി ലൈം പിഴിഞ്ഞു, എന്നിട്ട് സ്ട്രോബെറിയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് ഇത് ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ മിൻറ്റ് ലീവ്സ് നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചിട്ടു. അതാണ് എൻ്റെ സ്ട്രോബെറി ലൈം മൊയ്റ്റോ. അങ്ങനെ ബിരിയാണി അടിപൊളിയായിരുന്നു. പക്ഷേ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്കിപ്പോൾ കൺമണി ഉറങ്ങും, അതുകൊണ്ട് കുഴപ്പമില്ല. ബിരിയാണി കഴിച്ചിട്ട് ഈവനിങ്, ഇപ്പം ലഞ്ച് ടൈം ആയതേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു തുടങ്ങിയപ്പോൾ ഈവനിങ് എന്നാണ് പറഞ്ഞത്, നല്ല മോർണിംഗ് ആണ്. നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടാണ് ബിരിയാണി പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഈവനിങ് ഷിഫ്റ്റിന് പോകണം. പേരന്റ് ലീവ് ആയതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടിയാണ് കാർത്തിയെ കൊണ്ടുപോകേണ്ടുന്നത്. അതായത് അവന് സ്വിമ്മിംഗ് ലെസൺസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകണം. കൺമണി ഉറങ്ങുന്ന സമയത്ത് ഞാനും പ്രഷേട്ടനും സമാധാനമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം കൺമണി ഉണർന്നു. പ്രഷേട്ടൻ ഷിഫ്റ്റിന് പോയി. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, അത് പറയണമല്ലോ. പായസം അതിനെക്കാട്ടിൽ അടിപൊളി. അപ്പോൾ അങ്ങനെ വൈകുന്നേരം പിന്നെ ഞാൻ മോളെയും കൊണ്ട് വന്ന് ഈ വിൻഡോയിലൂടെ നമുക്കിങ്ങനെ കാണാം. ഇവള് കേൾക്കത്തിൽ ഓട്ടം തന്നെയാണ്. ഷൂസ് ഒന്നും ഇടാൻ സമ്മതിക്കത്തില്ല, ആകെ ബഹളം. അവളെ ഒരുവിധം ഒതുക്കി പിടിച്ചൊക്കെ ഞാൻ ഇരിക്കുകയാണ്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ന്യൂ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.